ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ചയാണ്. നാളെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനങ്ങൾ മുഴുവൻ ഒരിക്കൽ കൂടി ആവർത്തിക്കും. ദൈവാനുഗ്രഹം ലഭിക്കുന്ന വഴിയാണ് ദൈവവചനം പഠിക്കുക. ദൈവവചനം പഠിക്കണം, ദൈവവചനം ആവർത്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സംരക്ഷണം, സ്നേഹമെല്ലാം നമ്മെ വലയം ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുക, ആവർത്തിക്കുക, ഉരുവിടുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തിയോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനമായിരുന്നു. അതിൻ്റെ 6-ാം അധ്യായം 19-ാം വചനം, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഇതായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ച വചനം. ഇന്ന് പഠിക്കുന്നത് പഴയ നിയമത്തിലെ മക്കബായർ എന്ന് പറയുന്ന പുസ്തകം. ഇതര ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരുടെ ബൈബിളിൽ ആ പുസ്തകമില്ല, പക്ഷേ ആ പുസ്തകം നിങ്ങൾ വായിക്കണം. അപ്പോക്രിഫയിലുള്ള സെക്കൻഡ് മക്കബായരുടെ 2 പുസ്തകങ്ങൾ. അതിൽ സെക്കൻഡ് മാക്കബീസ് ചാപ്റ്റർ 8 വേഴ്സ് 18, മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം വചനം. ഒരു വലിയ സംരക്ഷണത്തിൻ്റെ, ദൈവം തരുന്ന ഒരു കരുതലിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വചനമാണ്. ദൈവാശ്രയത്തിൽ കിട്ടുന്ന ഒരു സംരക്ഷണത്തിൻ്റെ വചനം ഇതാണ്: അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. അതായത് മറ്റുള്ളവർ, ദൈവാശ്രയം ഇല്ലാത്തവർ മറ്റു പല കാര്യങ്ങളിലും ആശ്രയിക്കുമ്പോൾ നമ്മെ പോലുള്ളവർ, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആരാണെങ്കിലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, ദൈവത്തിൽ ഹൃദയം കൊണ്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന വചനമാണ്, ഒരു സംരക്ഷണമാണ് നാം ഈ വചനത്തിൽ കാണുന്നത്. അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അതാണ് ആ വചനം. അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. അവർ മറ്റു പലതിലും ആശ്രയിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. For they trust to arms and acts of daring, but we trust in the Almighty God, who is able with a single node to strike down those who are coming against us, and even if necessary the whole world. അതാണ് വചനം പറയുന്നത്. Those who are coming against us, he strikes down with a single node. അങ്കുലി ചലനം കൊണ്ട് നമ്മുടെ ശത്രുക്കളെ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വലിയവനായ ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകും. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ സംരക്ഷണത്തിൻ്റെ അത് ഈ വചനം ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണാതെ പഠിച്ച വചനം ഇതാണ്, മനഃപ്പാഠമാക്കിയ വചനം ഇതാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി മനസ്സുകൊണ്ട് മനഃപ്പാഠമാക്കിയ, എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് ബോധ്യം തന്ന ഒരു വചനമാണ് മക്കബായരുടെ 2-ാം പുസ്തകത്തിലെ 8-ാം അധ്യായം 18-ാമത്തെ വചനം. അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ. ആമേൻ.